ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് പറയാനുള്ളത് രാഹുൽ ഈശ്വറിനെ കുറിച്ചാണ്. ആരാന്റെ ഗർഭത്തിന് അകത്തായി കിടക്കുന്ന രാഹുൽ ഈശ്വർ ഇന്ന് എവിടെ നിൽക്കേണ്ട ആളാണ്. ഇന്ന് നമ്മുടെ ദിലീപ് കുറ്റവിമത്തനാകുമ്പോഴത്തേക്ക് ഓരോരോ ചാനലുകളിൽ ഘോര പ്രസംഗം നടത്തേണ്ട രാഹുലിന്റെ സ്വന്തമായിട്ടുള്ള കയ്യിരിപ്പ് കൊണ്ട് ഇന്ന് ജയിലിൽ തന്നെ കിടക്കുകയാണ്. വല്ലാത്തൊരു ഗതികേട് തന്നെ. എത്ര ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുക്കേണ്ട മനുഷ്യനാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയാലും അതിനെ അനുകൂലിച്ച് വന്ന രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടത്തില്ല. ലോകത്തിൽ ഈ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കേസായിരിക്കും ഇത്. ഒരു ഗർഭം ഉണ്ടാക്കിയവനെ അനുകൂലിച്ചവൻ ജയിലിൽ പോകുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കയ്യിരിപ്പോഴാണ്. ഒരു മെൻസ് അസോസിയേഷൻ രൂപീകരിക്കാൻ വേണ്ടി പുള്ളി കാണിക്കുന്ന തത്രപ്പാടുകളാണ്. അതായത് ആദ്യം ദിലീപിനെ ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു. അതിനു മുമ്പ് എന്താണ് ബസ്സിൽ കയറി സിബൂരി കാണിച്ചവനെ, ഒരു പെങ്കൊച്ചിനെ, നമ്മുടെ മസ്താനി എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ചിനെ സിബൂരി കാണിച്ചവനെ അനുകൂലിച്ചുകൊണ്ട് മാലയിട്ട് അവനെ സ്വീകരിച്ചുകൊണ്ട് വന്നു. അവൻ അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി വീണ്ടും അടുത്ത ബസ്സിൽ കയറി വേറൊരു പെങ്കൊച്ചിനോട് തനി തറ പരിപാടി കാണിക്കാം. ഇനി ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് വന്നു. ഇപ്പൊ ദിലീപ് കുറ്റവിമത്തനായിട്ട് തെളിഞ്ഞിരിക്കുന്നു. അപ്പം രാഹുലിന് ആഘോഷിക്കേണ്ട ദിവസങ്ങളായിരുന്നു. പക്ഷെ എന്ത് പറ്റും, പുള്ളിയുടെ കയ്യിലിരിപ്പുകൊണ്ട് നിർഭാഗ്യവശാൽ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ്. കാരണം പുറത്തിറങ്ങിയാൽ ഇതിങ്ങനെ തന്നെ കാണിക്കും. ബുദ്ധി കൂടി ഏതാണ്ട് മന്ദബുദ്ധിയായ അവസ്ഥയാണ്. കാരണം നല്ലൊരു മനുഷ്യനാണ്, നല്ല അറിവുള്ള മനുഷ്യനാണ്. പക്ഷെ അറിവ് കൂടി കോൺഫിഡൻസ് കൂടി പണി എരന്ന് വാങ്ങിയതാണ് രാഹുൽ ഈശ്വർ. അപ്പം അന്ന് ഒരുപാട് കോടതി ഇത് ഒരു കാര്യം മനസ്സിലാക്കണം. രാഹുലിന് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അമിതമായ അമൃതും വിഷമം നമ്മൾ കേട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയാണ് രാഹുൽ ഈശ്വറിന് ഇപ്പം സംഭവിച്ചിട്ടിരിക്കുന്നത്. അപ്പം അന്ന് നമ്മൾ എന്താണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ തന്നെ പുള്ളി എന്താണ് ലാപ്ടോപ്പ് പോലീസുകാരെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ലാപ്ടോപ്പ് പമ്മി വെക്കുന്നു, അത് വീഡിയോ എടുക്കുന്നു. എന്നിട്ട് പറയുന്നു എന്താണ് ഇത് ഞാൻ ഇന്ന് ജയിലിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വന്നില്ലെങ്കിൽ 8 മണിക്ക് അപ്ലോഡ് ആവും. എന്ത് വിവരദോഷമാണ് ഈ പുള്ളി കാണിക്കുന്നത്? അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒന്നിനും നിങ്ങൾക്ക് കാര്യം ലാപ്ടോപ്പ് ഓഫീസിലാണ് ടെക്നോ പാർക്ക് ഇന്ന് നടപ്പാ ഇന്ന് സാർ ഹലോ ഞാൻ എന്തായാലും പോലീസുകാർ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ അത് ഇത് അപ്ലോഡ് ചെയ്യും. എന്താ അറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് പുള്ളി കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് ജയിലിൽ കഴിഞ്ഞ ദിവസം ഇത് കിട്ടേണ്ടതായിരുന്നു. എന്താണ് അപ്പോഴും ഈ പുള്ളിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് വീണ്ടും ജാമ്യം നിഷേധിച്ചു. വെച്ചെങ്കിൽ രണ്ടിടത്താണ് ഒരേ സമയം ജാമ്യത്തിന് അപേക്ഷ കൊടുത്തത്. അപ്പൊ എന്താണ് ജാമ്യം കൊടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നമ്മുടെ ജഡ്ജി വിധി ഇങ്ങനെ എഴുതുമ്പോഴാണ് നമ്മുടെ പ്രതിഭാഗം വക്കീൽ പറഞ്ഞത് രണ്ടിടത്ത് ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം ഇതുവരെ റദ്ദാക്കിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ഈ പുള്ളിയുടെ പിന്നെയും കിടക്കട്ടെ എന്ന് വിചാരിച്ചു കോടതി. പിന്നെ ജയിലിൽ തന്നെ ഇട്ടു. അതുപോലെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് പുള്ളി തയ്യാറാകുന്നേ ഇല്ല. പുള്ളിക്ക് ഇത്ര വിവരമുള്ളതല്ലേ. അതായത് ഇതിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നില്ല, ലാപ്ടോപ്പിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പുള്ളി ജയിലിൽ കിടക്കുമ്പോഴും പുള്ളിയുടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഓരോ ഇതായിട്ട് വരികയാണ്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ വരികയാണ്. അപ്പൊ പുള്ളി ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ, അപ്പൊ പുറത്തിറങ്ങിയാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് പിന്നീടും ഒന്നും കൂടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി തന്നെ ജയിലിലാക്കിയേക്കുവാണ്. അപ്പൊ ഇത് പുള്ളി ചോദിച്ചു വാങ്ങിച്ചതാണ്. ഇന്ന് കുറെ അധികം പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതായിരുന്നു രാഹുൽ ഈശ്വർ. അതെന്ന് ദിലീപിന്റെ വിജയം ആഘോഷിക്കാൻ ആയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്താണ് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. പിന്നെ നമുക്ക് ഇനി ഇയാൾ എന്താണ് കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ കുട്ടി ഡൈവേഴ്സ് ആണെന്ന് പറയുന്നത്. ആ കുട്ടി ഡൈവേഴ്സ് അല്ല. ഞാൻ ഈ പറയുന്ന തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം. ഞാൻ ഈ രാഹുൽ ഈശ്വർ പറയുന്നത് ഈ തെറ്റാണെങ്കിൽ അതിജീവിതയെ അപമാനിച്ചു എന്ന പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യണം. 2024 ഓഗസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം, ഡേറ്റ് എനിക്കറിയാം. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടെങ്കിൽ അങ്ങ് എടുത്താൽ മതി. 2024 ഓഗസ്റ്റിന് കല്യാണം കഴിച്ച ഈ കുട്ടി ഇതുവരെ ഡിവോഴ്സ്ഡും അല്ല. അപ്പോൾ ഭർത്താവിനെ ചതിച്ചു, കാമുകനെ പറ്റിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ ആ പെൺകുട്ടിയെ നമ്മൾ വിളിക്കുന്ന പേര് അതിജീവിത. പുള്ളിയുടെ ഇപ്പോഴത്തെ പരിപാടി ഇതാണ്. എവിടെ പോലീസുകാരെ കൂടെ നടക്കുമ്പോഴത്തേക്ക് എവിടെ മീഡിയാസ് വന്നാലും ഇങ്ങനെ സിബൂരി കാണിക്കുകയാണ്, ഏതാണ്ട് ഷർട്ടിന്റെ സിബൂരി കാണിക്കുകയാണ്. അല്ലാതെ അകത്തിട്ടേക്ക് ഇന്നർ എന്താണ് മെൻസ് കമ്മീഷന്റെയാണ്. അപ്പൊ മെൻസ് കമ്മീഷന് വേണ്ടി വിക്ടറിയാൻ തോന്നുന്നുണ്ട് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു സിമ്പിളും കൂടി ഇങ്ങനെ പുള്ളി ഇങ്ങനെ കാണിച്ചുകൊണ്ട് എന്താണ് അതെന്ന് അറിയത്തില്ല. അപ്പം കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത് കുറച്ച് ദിവസം 3-4 ദിവസം നിരാഹാരം കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും തായോ എന്ന് കരുതി പറഞ്ഞ് പുള്ളി കരഞ്ഞ് ചോറ് വാങ്ങിച്ച് കഴിച്ചു, അല്ല ദോശയും ചമ്മന്തി വാങ്ങിച്ച് കഴിച്ചു എന്നൊക്കെയുള്ള ട്രോളും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തിന്റെ കാര്യമാണ്? മെൻസ് കമ്മീഷനൊക്കെ വേണം. പക്ഷെ എന്തിനാണ് ഇതുപോലെ നാട് നീളെ പെണ്ണും പിടിച്ച് ഗർഭിണിയാക്കി അതിന്റെ അബോഷണം ചെയ്യിപ്പിച്ച് നടക്കുന്നവർക്ക് വേണ്ടി സംസാരിച്ച് എന്തിനൊരു മെൻസ് കമ്മീഷൻ വരണം? അതിൽ പല നാണക്കേട് വേറെ ഉണ്ടോ? ഈ രാഹുലിനെ ഇയാൾക്ക് വേറെ ഒരു പണിയില്ല എന്നാണ് നമുക്ക് ഇപ്പോഴും ചോദിക്കാനുള്ളത്. അപ്പം
പക്ഷെ ഇന്നത്തെ ദിവസം രാഹുൽ ഈശ്വറിന്റെ ആയിരുന്നു കേട്ടോ. ദിലീപിനോടൊപ്പം തന്നെ പുള്ളിക്ക് ഷൈൻ ചെയ്യുന്ന ഒരു അവസരമായിരുന്നു. പക്ഷെ പുള്ളിയായിട്ട് കൊണ്ട് പഠിക്കൽ കൊണ്ട് കലം അടച്ചു എന്നൊക്കെ പറയുന്നത്. ഇന്ന് ചിലപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ചിലപ്പം ജാമ്യം കിട്ടിയേക്കും. പക്ഷെ ഇങ്ങേർക്ക് ജാമ്യം കിട്ടുന്നറിയില്ല. എന്താണ് ഇങ്ങേറെ ഈ വിറക് പിടിച്ച സ്വഭാവം, ഈ വിറക് പിടിച്ച സ്വഭാവം കാരണമാണ് ജാമ്യം കൊടുക്കാത്തത്. അപ്പൊ കോടതിക്ക് പേടിയാണ്. ഇയാൾ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇരകളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക് ആക്കുവാണ്. അപ്പത്തേക്ക് ഇനി മറ്റു ആൾക്കാർക്കും കൂടി ഇത് ഇൻഫ്ലുവൻസ് ആയി മറ്റുള്ളവരും ഇതേ രീതിയിൽ വരുമെന്നാണ് കോടതി പറയുന്നത്. അപ്പത്തേക്ക് ഒരു തട്ടുകേടിന്റെ ആവശ്യമാണ്, ഒന്ന് ഒതുങ്ങേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അപ്പൊ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് കോടതിയും കൂടെ പുള്ളിയെ താറ്റിയേക്കുവാണ്. അപ്പൊ എന്താണെങ്കിലും രാഹുൽ ഈശ്വർ ഇതിൽ നിന്ന് പഠിക്കുമെന്ന് അറിയത്തില്ല. കാരണം അങ്ങർക്ക് ഇങ്ങനെ വിവരം വെച്ച് ഞാനാണ് എല്ലാത്തിന്റെ അധീപൻ, എനിക്കെല്ലാം അറിയാന്നുള്ള ഓവർ കോൺഫിഡൻസിൽ അങ്ങനെ വട്ടായി പോയേക്കുവാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചങ്ങായിയുടെ പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ